ലോറി ഉടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നതിനു പിന്നാലെ അത് പല ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത്. അർജുന്റെ പേര് തന്റെ ലോറിക്ക് നൽകുമെന്ന നിലപാടിൽ മനാഫ് ഉറച്ചു നിൽക്കുമ്പോൾ ശക്തമായ എതിർപ്പ് ഈ ഒരു ഘട്ടത്തിൽ അർജുന്റെ കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ട്. മേഘയാണ് കോഴിക്കോട് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. ഗുഡ് മോർണിംഗ് മേഘ. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ തന്നെ മനാഫിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഉണ്ടായി. വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യമാണ്. വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം. എങ്ങനെയാണോ പ്രത്യേകിച്ച് ലോറിക്ക് പേര് നൽകുന്ന വിഷയത്തിലൊക്കെയും കുടുംബത്തിന്റെ നിലപാട് അതിന് തീർത്തും താൻ നേരത്തെ തീരുമാനിച്ച നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുമെന്ന് മനാഫ് പറയുന്നു. ആ നിലയ്ക്കെങ്കിൽ പിന്നീടുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്ന് നോക്കുമെന്ന് കുടുംബം പറയുന്നു. ഈ നിലയ്ക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തെയൊക്കെയും എങ്ങനെ വ്യാഖ്യാനിക്കാം? എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയം എത്തി നിൽക്കുന്ന സാഹചര്യം? കാവ്യ, അതായത് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അർജുന്റെ കുടുംബം ലോറി ഡ്രൈവർ മനാഫിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിനു പിന്നാലെ സൈബർ ആക്രമണം അർജുന്റെ കുടുംബം അതിഭീകരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വിഷയം അർജുനെ കാണാതായത് മുതൽ അവർ നിരന്തരം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിന് പിന്നാലെയൊക്കെ തന്നെയും ആ കുടുംബം പല തരത്തിൽ പല രീതിയിൽ സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. കാരണം ആ കുടുംബം ഇന്നലെയാണ് മനാഫിനെതിരെ വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിന് ആ കുടുംബത്തിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മനാഫിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. മനാഫ് അപ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നതാണ് മനാഫും പറയുന്നത്. മനാഫിനെ സംബന്ധിച്ച് ഒരുപക്ഷെ അതും ശരിയായിരിക്കാം. പക്ഷേ ഈ 75 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ശിരൂരിൽ എന്തൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ കുടുംബം എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്, അതിൽ മനാഫ് ഉണ്ടായിരുന്നപ്പോൾ ആ കുടുംബത്തിന് അത് ഏത് തരത്തിൽ വേദനിപ്പിച്ചിരിക്കാം അല്ലെങ്കിൽ സഹായകരമായിരിക്കാം എന്ന ചർച്ചകളൊക്കെ തന്നെയും നിലവിൽ അന്തരീക്ഷത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് എല്ലാ നഷ്ടവും ആ കുടുംബത്തിന് തന്നെയാണ്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി മനാഫിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ അതിഭീകരമായ സൈബർ ആക്രമണം വീണ്ടും ആ കുടുംബം നേരിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്നത് ഈ വൈകാരികതയെ ചൂഷണം ചെയ്തുകൊണ്ട് മനാഫ് ചൂഷണം ചെയ്യുന്നു. യൂട്യൂബ് ചാനൽ വഴി ആ കുടുംബത്തിൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ വൈകാരിക നിമിഷങ്ങളൊക്കെ തന്നെയും വിറ്റ് കാശാക്കുന്നു എന്നതാണ് ആ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് അർജുനെ മറക്കാതിരിക്കാൻ എന്നതായിരുന്നു മനാഫിൻ്റെ പ്രതികരണം. അങ്ങനെ രണ്ടാളുകളും അവരുടേതായ വേർഷനാണ് ഇന്നലെ ഉൾപ്പെടെ പ്രതികരണം നടത്തിയത്. ആ കുടുംബം പറയുന്നത് ഇപ്പോൾ ഒരു തരത്തിലുള്ള നിയമ നടപടികളിലേക്കും നീങ്ങില്ല. പക്ഷേ മനാഫ് ഇത് തുടർന്നാൽ ഇത്തരത്തിൽ യൂട്യൂബ് ചാനൽ വഴിയും മറ്റിടങ്ങളിലൂടെയും കുടുംബത്തിന്റെ സ്വകാര്യതയും വൈകാര്യതയും വിറ്റ് കാശാക്കാൻ ശ്രമിച്ചാൽ വീണ്ടും നിയമ നടപടികളിലേക്ക് ഉറപ്പായും നീങ്ങും എന്നതാണ് കുടുംബത്തിന്റെ പ്രതികരണം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അതിനിടയ്ക്ക് ഇന്ന് 10 മണിക്ക് ഒരു പൊതുപരിപാടിയിൽ മനാഫിന് സ്വീകരണം കൂടി നൽകിയുന്നുണ്ട്. കോഴിക്കോട് മുക്കത്താണ് സ്വീകരണ പരിപാടി നടക്കുക. അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെയും പറഞ്ഞ വിഷയങ്ങളിലൊക്കെ തന്നെയും മനാഫ് ഉറച്ചു നിൽക്കുന്നു. താൻ എവിടെയും ഒരു PR വർക്കും നടത്തിയിട്ടില്ല, മാധ്യമങ്ങളാണ് തന്നെ പ്രൊമോട്ട് ചെയ്തത് എന്നതാണ് മനാഫ് പറയുന്നത്. അർജുന്റെ പേര് തന്റെ ലോറിക്കിടും, അതിന് ആരുടെയും സമ്മതം ആവശ്യമില്ല എന്ന് മനാഫ് ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷെ അത് അനുവദിക്കില്ല എന്നതാണ് കുടുംബത്തിന്റെ ഒരു നിലപാട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അത് കൃത്യമായി പുറത്തു വന്നിരുന്നില്ല നേരത്തെ. പക്ഷെ ഇപ്പോൾ ആ കുടുംബത്തെ വീണ്ടും അത് വേട്ടയാടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു മാധ്യമങ്ങളെ കണ്ട് കടുത്ത വേദനയിലും ഒരു തുറന്നു പറച്ചിലിന് ആ കുടുംബം തയ്യാറായത് എന്നതാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. പക്ഷേ മനാഫിന്റെ ഭാഗം പരിശോധിക്കുമ്പോൾ മനാഫും അതേ രീതിയിൽ തന്നെയാണ് മനാഫിന്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പിന്നാലെ ഈ ചർച്ചാ വിഷയമായി തന്നെ തുടരുകയാണ് ഈ കാര്യങ്ങൾ. കാവ്യ,
ഇപ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ മേഘ ഉറപ്പായും ശ്രദ്ധിച്ച് കാണുമായിരിക്കാം. ഇപ്പോൾ ഈ കുടുംബം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും നിരവധി യൂട്യൂബ് ചാനലുകളാണ് ഈ നിലയ്ക്ക് പ്രതികരിക്കും വിധം തങ്ങളെ കൊണ്ട് എത്തിച്ചത്, അല്ലെങ്കിൽ ക്രൂരമായ സൈബർ ആക്രമണത്തിന് തുടക്കമിടുന്നതും ഈ നിലയ്ക്കുള്ള യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമാണ് എന്ന നിലയ്ക്ക് ആ കുടുംബം വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ മനാഫ് പറയുന്നത് താനായിട്ട് ആരെയും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ എന്നെ ഒന്ന് പ്രമുഖനാക്കൂ എന്ന നിലയ്ക്ക് ഞാൻ പോയിട്ടില്ല, എല്ലാവരും എന്നെ തേടിയാണ് വന്നിട്ടുള്ളത് എന്നതിന് മനാഫിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകുന്നു. ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10,000-ൽ താഴെ മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു മനാഫിൻ്റേത്. അതിപ്പോൾ ലക്ഷക്കണക്കിന് എന്നുള്ളൊരു നിലയിലേക്ക് ഒരു പ്രതികരണം സോഷ്യൽ മീഡിയ ആ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാണ് പൊതുസമൂഹം ഇപ്പോൾ ഈ ഒരു വിഷയത്തെ കണ്ടിരിക്കുന്നത്? കാവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അർജുന് വേണ്ടി കേരളം കാത്തുനിന്നപ്പോൾ അത് കേരളത്തിൻ്റെ ഒന്നാകെ സങ്കടമായി മാറിയിരുന്നു. അർജുന് വേണ്ടി തിരയുക അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുക എന്നത്. അതുകൊണ്ട് തന്നെ പല യൂട്യൂബ് ചാനലുകളും ഈ കോഴിക്കോട് ഉൾപ്പെടെ തമ്പടിച്ചുകൊണ്ട്, കാരണം ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലതരത്തിലുള്ള വാർത്തകൾ കോഴിക്കോട് പോലും വരാതെ പടച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഈ അർജുൻ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നടന്നത്. ആ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, ആ കുടുംബം സംസാരിച്ചത് അവരുടെ മകനെ തിരിച്ചു കിട്ടുക, എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടുക, അതിനുവേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അത് പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ കുടുംബത്തിനെതിരെ തുടക്കം മുതൽ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ വഴി ആക്രമണം ആ കുടുംബം നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മനാഫ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിന് ആളുകൾക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അത് പല കോണുകളിൽ നിന്നും മുതലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വാസ്തവം. ഈ ശിരൂർ തിരച്ചിൽ സംഭവവുമായി ബന്ധപ്പെട്ട് അർജുൻ എന്തുപറ്റി, അർജുനെ കണ്ടെത്തിയോ എന്ന് അറിയാൻ ഉൾപ്പെടെ പല ആളുകളും വാർത്ത തിരയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് പല യൂട്യൂബ് ചാനലുകളും തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് പല ഇടങ്ങളിൽ പല ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ ഒരു രീതിയിൽ ആക്രമിക്കുന്ന സാഹചര്യം പല തരത്തിൽ ഉണ്ടായി. കാരണം സൈന്യത്തിനെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം. എങ്ങനെയാണ് ഒരു കുടുംബം ഒരു മകനെ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞു പല തരത്തിലുള്ള ആക്രമണം ആ കുടുംബം പല ഘട്ടങ്ങളിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കുടുംബം ഇത്രയും നിലപാടോടെ ഉറച്ചു നിന്നതുകൊണ്ടാണ് ഈ രീതിയിൽ അർജുൻ്റെ ഒരു ബാക്കിയെങ്കിലും ആ കുടുംബത്തിന് കിട്ടിയത് എന്നതാണ് വാസ്തവം. അതൊരിക്കലും നമ്മൾക്ക് മറക്കാതിരിക്കാൻ കഴിയുകയുമില്ല. ഏതായാലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് വഴി പല തരത്തിൽ വ്യൂസിനെ കൂട്ടാനുള്ള ഒരു ശ്രമം തുടക്കം മുതൽ നടന്നിരുന്നു. അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അർജുൻ വലിയ തരത്തിൽ അർജുന് വേണ്ടി കേരളം കാത്തിരുന്നപ്പോൾ ഒരു ഭാഗത്ത് മനാഫിനും വലിയ തരത്തിലുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഈ 75 ദിവസങ്ങളിൽ 5 ദിവസം മാത്രമാണ് മനാഫ് തൻ്റെ വീട്ടിലുണ്ടായിരുന്നതെന്ന് മനാഫിൻ്റെ കുടുംബം തന്നെ ആരോപിക്കുന്നുണ്ട്. അതിനൊപ്പം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് അവസാന നിമിഷത്തേക്ക് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. നൗഷാദ് തെക്കേൽ ഉൾപ്പെടെ സജീവമായി നിന്നുകൊണ്ടായിരുന്നു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. അവരുടെ പ്രവർത്തനം പോലും ഈ കുടുംബത്തെ വലിയ തരത്തിൽ മാനസിക ബുദ്ധിമുട്ടിലേക്ക് നയിച്ചിരുന്നു. കാരണം ആ കുടുംബം തുടക്കം മുതൽ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, മുഖ്യമന്ത്രി വീട്ടിലെത്തിയിരുന്നു, മറ്റ് ഇടപെടലൊക്കെ തന്നെയും ആ കുടുംബം സ്വമേധയാ നടത്തുന്നുണ്ട്. മറ്റ് മന്ത്രിമാരുടെയും MLA-മാരുടെയും ഒക്കെ സഹായത്തോടു കൂടി ആ കുടുംബം പല രീതിയിൽ പല ഇടപെടലുകൾ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അവസാന നിമിഷം ഒരു ആക്ഷൻ കമ്മിറ്റി പ്രത്യക്ഷപ്പെടുന്നത്. അവരുൾപ്പെടെ മുതലെടുപ്പ് നടത്തുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഈ കുടുംബം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മനാഫിന് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് ആളുകൾ കൂടുതൽ ആയിട്ട് അറിയുന്നു. അതിന് വ്യൂസ് കൂടുന്ന സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ വൈകാരികത അല്ലെങ്കിൽ സ്വകാര്യതയിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മനാഫിൻ്റെ പ്രതികരണം വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭാഗത്ത് ആണ് ശരിയെന്ന് പറയേണ്ടി വരും. അതിനൊപ്പം തന്നെ മനാഫിൻ്റെ നിലപാടുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനാഫ് പറയുന്നത്, കാരണം നമ്മൾ ഉൾപ്പെടെ പലയിടങ്ങളിലായി ശിരൂരിൽ നിന്നുൾപ്പെടെ വാർത്തകൾ ലൈവ് ചെയ്തപ്പോൾ കണ്ടതാണ്, മനാഫ് ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് ആ വിഷ്വലിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകും. പക്ഷേ എവിടെയോ ഒരു കൺഫ്യൂഷൻ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാവ്യ.